ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് രണ്ടാമത്തെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായ എഡ്യൂക്കേഷനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എങ്ങനെയാണ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുന്നതെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഓരോ ഫങ്ഷൻസ് നമുക്ക് വരും സ്ലൈഡുകളിൽ നോക്കാം. അപ്പോൾ എഡ്യൂക്കേഷൻ എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ ടീച്ചർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ കേട്ടോ, നോട്ട്സൊക്കെ എഴുതിയെടുക്കണേ. ഇപ്പോൾ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. Education is a fundamental social institution that plays a crucial role in shaping individuals and societies. It is an organized system of learning where knowledge, skills, values, and cultural norms are transmitted from one generation to next. As a social institution, education serves several key functions. അപ്പോൾ നമുക്കറിയാം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തിയെയും അതുപോലെ തന്നെ ഒരു സമൂഹങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു അടിസ്ഥാന സാമൂഹിക സ്ഥാപനമാണ് വിദ്യാഭ്യാസം. അപ്പോൾ വിദ്യാഭ്യാസം എന്തിനാണ് ചെയ്യുന്നത്? വിദ്യാഭ്യാസം ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കുന്നു, മൂല്യങ്ങൾ ഉണ്ടാകുന്നു, ഡിസിപ്ലിൻ അല്ലേ, ഒരു ഡിസിപ്ലിൻ ജീവിതത്തിൽ ഉണ്ടാകുന്നു, വാല്യൂസ് ഉണ്ടാകുന്നു, മോറൽ വാല്യൂസ് ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ വിദ്യാഭ്യാസം നമുക്ക് തരുന്നുണ്ട്, അറിവ് തരുന്നുണ്ട്, ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൾച്ചേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലേ, സംസ്കാരങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യാനും കൈമാറ്റം ചെയ്യുന്നതിന് വിദ്യാഭ്യാസം സഹായിക്കുന്നു. അപ്പോൾ ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു കുട്ടി സ്കൂളിൽ ചേരുന്നതോടുകൂടി ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ വിദ്യാലയത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മളൊരു സോഷ്യലൈസേഷൻ, ഒരാളോട് എങ്ങനെ പെരുമാറണം, ഒരു പൊതുസ്ഥലങ്ങളിൽ പോയാൽ എങ്ങനെ പെരുമാറണം, ഒരു വിദ്യാലയത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എഡ്യൂക്കേഷനോട് ഒരു കുട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യലൈസേഷനെ പറ്റിയാണ്. സോഷ്യലൈസേഷൻ വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്ന ഒരു ഘടകമാണ്. അപ്പോൾ എന്താണ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹികവൽക്കരണം? അതായത് എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ലേൺ ദ നോംസ്, വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ് ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ ഫങ്ഷനിങ് ഇൻ സൊസൈറ്റി. സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ പ്രൈമറി ഏജൻറ്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ, ടീച്ചിങ് സ്റ്റുഡൻസ് ഹൗ ടു ഇൻറ്ററാക്ട് വിത്ത് അതേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ റോൾസ് വിത്തിൻ ദ ബ്രോഡർ കമ്മ്യൂണിറ്റി. അപ്പോൾ നമുക്കറിയാം, സാമൂഹികവൽക്കരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ പഠിക്കുക. അതാണ് സാമൂഹികവൽക്കരണം. നമുക്കറിയാം, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സുകൾ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ജീവിച്ചാൽ മാത്രമേ അവരെ സൊസൈറ്റി അംഗീകരിക്കുകയുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അതായത് മൂല്യങ്ങൾ, പെരുമാറ്റങ്ങൾ അല്ലേ, നമ്മൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു, വ്യക്തികളെ സഹായിക്കുക, ഹ്യൂമാനിറ്റി. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ്. കൈൻഡ്നെസ്. സ്കൂളിൽ ഒരുപാട് മോറൽ സ്റ്റോറീസും ഒക്കെ ഉണ്ടാവും. ആ സ്റ്റോറീസിലൂടെ കുട്ടികൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാമൂഹികവൽക്കരണത്തിന് പ്രാഥമിക ഏജൻറ്റുകളാണ്, അതായത് പ്രൈമറി ഏജൻസാണ്. സോഷ്യലൈസേഷൻ്റെ പ്രൈമറി ഏജൻസാണ് സ്കൂൾസ്, അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് സാമൂഹികവൽക്കരണത്തിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. രണ്ടാമത്തെ പോയിന്റ് ടീച്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കൾച്ചറൽ ട്രാൻസ്മിഷൻ, അതായത് സാംസ്കാരിക കൈമാറ്റം. ത്രൂ എഡ്യൂക്കേഷൻ, കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ട്രഡീഷൻസ് ആർ പ്രിസർവ്ഡ് ആൻഡ് പാസ്ഡ് ഡൗൺ. ദിസ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ഫാക്ച്വൽ നോളജ് ബട്ട് ഓൾസോ ദ ആർട്സ്, ലാംഗ്വേജ്, റിലീജിയൻ ആൻഡ് അതർ ആസ്പെക്റ്റ് ഓഫ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. ഇപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും സംരക്ഷിക്കപ്പെടുന്നുണ്ട്, അത് കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ കല, ഭാഷ, മതം, സാംസ്കാരിക സത്വത്തിന് മറ്റ് വശങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാം, സ്കൂളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഘോഷിക്കാറുണ്ട് അല്ലേ. നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ അതിനനുസരിച്ച് ഓരോ കലാപരമായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാറുണ്ട്. തെയ്യം അല്ലെ, മലബാർ ഏരിയ ആണെങ്കിൽ തെയ്യത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാവുകൾ അവിടെ വിസിറ്റ് ചെയ്യും. അതൊക്കെ സംസ്കാരത്തിൻ്റെ ഒരു മാതൃകകളാണ്. പിന്നെ അതുപോലെ തന്നെ
ഈദ്, നോമ്പ് തുറക്കൽ അതൊക്കെ ആഘോഷിക്കാറുണ്ട്. അപ്പം മതം അതുപോലെ തന്നെ ഭാഷ, കല ഇവയൊക്കെ സ്കൂളുകളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ റിലീജിയണും ഓരോ സ്കൂളുകൾ റിലീജിയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, മുസ്ലിം മാനേജ്മെൻറ്റ്, ഹിന്ദു മാനേജ്മെൻറ്റ് അങ്ങനെ ഓരോ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ കൂടുതലായിട്ടും അവരുടെ മതപരമായ ട്രഡീഷണൽ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. പ്രെയർ, പിന്നെ അതുപോലെ തന്നെ അവരുടെ ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൾച്ചറൽ ട്രാൻസ്മിഷന് വളരെയധികം പങ്ക് സ്കൂളുകൾ വഹിക്കുന്നുണ്ട്. അതുതന്നെയാണ് വിദ്യാഭ്യാസത്തിലൂടെ സാംസ്കാരിക കൈമാറ്റവും പൈതൃകവും പാരമ്പര്യവും സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്നത്. അടുത്തതായി ടീച്ചർ പറയുന്നത് സോഷ്യൽ ഇൻ്റഗ്രേഷനെ പറ്റിയാണ്. അതായത് സാമൂഹിക ഏകീകരണം. അതായത് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് സോഷ്യൽ കൊഹിഷൻ ബൈ ബ്രിങ്ങിങ് ടുഗദർ ഇൻഡിവിജ്വൽസ് ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് ഹെൽപ്പിംഗ് ദം ഡെവലപ്പ് എ ഷേപ്ഡ് സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ബിലോങ്ങിങ്. It can also serve as a means of reducing social inequalities by providing opportunities for upward social mobility. അപ്പോൾ നമുക്കറിയാം ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് സ്കൂളിൽ പല റിലീജിയനിൽപ്പെട്ട അല്ലെങ്കിൽ പല കാസ്റ്റിൽപ്പെട്ട അല്ലേ പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വ്യക്തികളെ ഒരുമിച്ച് കൊണ്ടുവരികയും സ്വന്തത്വവും പങ്കിടാൻ അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസം സാമൂഹിക ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ഒരു സോഷ്യൽ കൊഹിഷൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അതായത് സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ബിലോങ്ങിങ് അവിടെ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ സ്കൂളിലൊരു പൊതുപരിപാടി വരുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ കുട്ടികളും ഒരുപോലെ പ്രവർത്തിക്കുകയും എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും, ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി, ഒരു ബിലോങ്ങിങ്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ഇന്നിക്വാളിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അല്ലേ. എക്കണോമിക്കലി ആണെങ്കിലും എല്ലാവരും ഒരുപോലെ യൂണിഫോം ധരിച്ച് വരുന്നു, ഒരുപോലെയാണ് സ്കൂളിൽ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത്. ആർക്കും ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നില്ല. പണമുള്ള കുട്ടി അല്ലെങ്കിൽ പണമുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി, പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി, അങ്ങനെയുള്ളൊരു ഇന്നിക്വാളിറ്റീസ് ഒന്നും അവിടെ ഇല്ല. ജെൻഡർ ഇന്നിക്വാളിറ്റീസ് ഇല്ല. അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഇന്നിക്വാളിറ്റീസ് ഇല്ല, കാസ്റ്റ് ഇന്നിക്വാളിറ്റീസ് ഇല്ല. എല്ലാവരും ഒരുപോലെ തന്നെ അവിടെ ട്രീറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു അല്ലെ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു. അതിനെയാണ് പിന്നെ സോഷ്യൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി സ്കൂള് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ സാമൂഹിക അസമത്വങ്ങൾ കുറയ്ക്കാനും അല്ലേ, എന്താ പറയുക, എല്ലാവർക്കും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലേ. എല്ലാവർക്കും നല്ല പ്രോട്ടീൻസ് ആയിട്ടുള്ള റിച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിന് ഒരു സോഷ്യൽ ഇൻ്റഗ്രേഷൻ വളർത്തുന്നതിന് വേണ്ടി ഒരു നല്ലൊരു പങ്ക് തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സോഷ്യൽ ഇൻ്റഗ്രേഷനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോൾ. Schools and other educational institutions enforce social norms and expectations, helping to maintain order and stability in society. Through rules, regulations, and disciplinary measures, education helps instill a sense of responsibility and respect for authority. സാമൂഹിക നിയന്ത്രണം അല്ലേ. സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒരുപാട് സാമൂഹിക മാനദണ്ഡങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് അല്ലെ. സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, സോഷ്യൽ കൺട്രോൾ, അതുപോലെ തന്നെ സ്ഥിരതയും നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അതായത് റൂൾസ്, സ്കൂളിൽ റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ട്. അതൊക്കെ തന്നെ കുട്ടികളിൽ നല്ലൊരു അച്ചടക്ക നടപടി ക്രമീകരിക്കപ്പെടാൻ, ഒരു ഉത്തരവാദിത്ത ബോധമുണ്ടാകാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്പെക്റ്റ്, മ്യൂച്വൽ റെസ്പെക്റ്റ്, ഹൗ ടു റെസ്പെക്റ്റ് എൽഡേഴ്സ് അല്ലേ. പിന്നെ ഡിസിപ്ലിൻ, കൃത്യസമയത്ത് സ്കൂളിലെത്തുക, സ്കൂളിലെ ഹോംവർക്ക് കാര്യങ്ങൾ ഡ്യൂട്ടീസൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ അവിടെ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവും, NCC, പിന്നെ കുട്ടി പോലീസുകൾ അല്ലേ, പിന്നെ എന്താണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ കുട്ടികളിൽ തന്നെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു കൺട്രോള്, അതായത് ഒരു അച്ചടക്കം അല്ലേ, ഒരു റെസ്പെക്റ്റ്, ഒരു ഉത്തരവാദിത്ത ബോധമൊക്കെ വളർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതാണ് അതായത് ടീച്ചർ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ്, സോഷ്യൽ കൺട്രോൾ. അടുത്ത ഒരു എന്താ പറയുക ഫങ്ഷനാണ് ഇന്നോവേഷൻ ആൻഡ് ചേഞ്ച്.
ഇത് പുതുമയും മാറ്റവും അല്ലെ, പുതിയ പുതിയ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ ഈസ് എ കാറ്റലിസ്റ്റ് ഫോർ സോഷ്യൽ ചേഞ്ച്, എൻഫോഴ്സിങ് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ദ ഡെവലപ്പിംഗ് ഓഫ് ന്യൂ ഐഡിയാസ്. It equips individuals with the skills and knowledge needed to adapt to and drive progress in a rapidly changing world. നമുക്കറിയാം സ്കൂളുകളിലാണ് ഒരുപാട് സോഷ്യൽ ചേഞ്ചുകൾ സംഭവിക്കുന്നത് അല്ലേ. നമുക്കറിയാം സ്കൂളിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ആവശ്യമായ ക്രിയാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത അല്ലേ, ചിന്തകൾ, പുതിയ പുതിയ ചിന്തകൾ, ക്രിട്ടിക്കൽ തിങ്കിങ്, അതൊക്കെ എന്താ പറയുക സ്കൂളിൽ നടക്കുന്നുണ്ട് അല്ലേ. സ്കൂളിൽ കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ തിങ്കിങ് ഡെവലപ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. ന്യൂ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാനും അതെങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് എക്വിപ്പ് ഇൻഡിവിജ്വൽസ് വിത്ത് ദി സ്കിൽസ് ആൻഡ് നോളേജ് നീഡഡ്. അതായത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകവുമായി പൊരുത്തപ്പെടുന്നതിന് വേണ്ടി, പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ കഴിവുകളും അറിവുകളും ഇത് കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക അറിവുകൾ പ്രോഗ്രസ് ചെയ്യാനും അത് ബിൽഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ് അല്ലേ, നമ്മൾക്കിപ്പം റാപ്പിഡ്ലി ചേഞ്ച് ചെയ്തിരിക്കുന്ന വേൾഡ് ലോകത്തോട് അഡാപ്റ്റ് ചെയ്യാൻ പൊരുത്തപ്പെടാനും വിദ്യാഭ്യാസം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന സയൻറ്റിസ്റ്റുകളൊക്കെ ആണെങ്കിലും പണ്ട് കാലങ്ങളിൽ അവർ കുട്ടികളായിരുന്നല്ലേ. അവരിങ്ങനെ സ്കൂളുകളിലൊക്കെ പഠിച്ച് പുതിയ പുതിയ ഐഡിയാസൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഇന്നുള്ള ഒരു ലോകം മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നത്. ശാസ്ത്രത്തിലൂടെയാണ് നമുക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ആ പോയിന്റിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കുട്ടികളെ അടുത്തതായിട്ട് ടീച്ചർ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റാണ് എക്കണോമിക് ഫങ്ഷൻ. സാമ്പത്തിക പ്രവർത്തനം എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്നത്. Education plays a significant role in preparing individuals for the workforce. It provides the skill and qualifications necessary for employment, contributing to the economic development and productivity of society. അതായത് തൊഴിൽ ശക്തിക്കായി വ്യക്തികളെ തയ്യാറാക്കുന്നതിൽ വിദ്യാഭ്യാസത്തിനൊരു പ്രധാന പങ്കുണ്ട്. ഇതൊരു സമൂഹത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനും ഉൽപ്പാദനക്ഷമതയ്ക്കും സംഭാവന ചെയ്യുന്നു. അതായത് തൊഴിലിന് ആവശ്യമായ കഴിവുകളും യോഗ്യതകളും നൽകുന്നു. അപ്പോൾ നമുക്കറിയാം ഏതൊരു വ്യക്തിക്കും സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലേ ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ വിദ്യാഭ്യാസം തന്നെയേ വഴിയുള്ളൂ. അപ്പോൾ നല്ല വിദ്യാഭ്യാസം ചെയ്യുക, നന്നായിട്ട് ജോലി ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ. നമ്മൾ എല്ലാ വ്യക്തികളും എന്താ പറയുക സ്വന്തമായിട്ട് തൊഴിൽ ചെയ്താൽ മാത്രമേ ആ സൊസൈറ്റിക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ആ സൊസൈറ്റിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ആ രാജ്യത്തിനൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണമെങ്കിൽ അല്ലെ പ്രൊഡക്റ്റീവായിട്ടൊരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ഒരു കൺട്രി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ എക്കണോമിക് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സ്കൂളുകളിൽ നിന്നും അതുപോലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയാണ് കുട്ടികൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ പഠിക്കുകയും അതുവഴി തൊഴിൽ മേഖലകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം ടെക്നിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അതിനനുസരിച്ച് സ്കൂളുകളുണ്ട് അല്ലേ. പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ്ങുകൾ കൊടുക്കുക, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. പിന്നെ സയൻസ് സ്ട്രീം പഠിക്കുന്നവർക്ക് ആ മേഖലയിലേക്ക് പോകാം അല്ലെ. നേഴ്സ്, ഡോക്ടർ, ഫാർമസിസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് പോകാം, ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ ആയിട്ട് പോകാം. അതുപോലെ കൊമേഴ്സ് പഠിക്കുന്നവർക്ക് എക്കണോമിക് പരമായിട്ടുള്ള എക്കണോമിക്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്ത് പോകാം. പിന്നെ അക്കൗണ്ടൻസ്, BBA അങ്ങനെയൊക്കെ പോകാം. പിന്നെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർക്കാണെങ്കിൽ അതിലുമുണ്ട് നിരവധി തൊഴിൽ സാധ്യതകൾ. നമുക്ക് സിവിൽ സർവീസ് കോച്ചിങ്, ജേർണലിസ്റ്റ് അങ്ങനെ ടീച്ചിങ് ഫീൽഡിലേക്കൊക്കെ പോകാം. അപ്പോൾ എന്തൊരു ഫീൽഡിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. അതിന് സ്കൂളുകൾ തന്നെയാണ് അടിസ്ഥാനം, വിദ്യാഭ്യാസം തന്നെയാണ് അടിസ്ഥാനം. എല്ലാത്തിനും ഉപരി ഒരു വ്യക്തിക്ക് ആവശ്യമായ ഒന്നാണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, വ്യക്തിഗത വികസനം. അതും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. എഡ്യൂക്കേഷൻ ഫോസ്റ്റേഴ്സ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് അച്ചീവ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. ഇറ്റ് പ്രൊമോട്ട്സ് ഇൻ്റലക്ച്വൽ, ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ്, എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്.
അപ്പോൾ വിദ്യാഭ്യാസം ഒരു വ്യക്തിഗത വളർച്ചയ്ക്ക് വികസനത്തിനും സഹായിക്കുന്നു. അല്ലെ, വ്യക്തികളെ അവരുടെ മുഴുവൻ കഴിവുകളും നേടാൻ സഹായിക്കുന്നു. ഒരു സമഗ്ര വികസനം, ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തികളെ പൂർണ്ണമായിട്ട് ഡെവലപ്മെൻറ്റ്. അത് ഇമോഷണൽ, ഇൻ്റലക്ച്വൽ, ഫിസിക്കൽ, മോറൽ, സ്പിരിച്വൽ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോൾ ഡെവലപ്മെൻറ്റ് നേടുന്നതിന് വേണ്ടി വിദ്യാഭ്യാസം വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ ഭൗതികവും വൈകാരികപരവുമായും ധാർമ്മികപരവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുകയും ആജീവനാന്ത പഠനവും സ്വയം മെച്ചപ്പെടുത്തലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ലൈഫ് ലോങ് ലേണിംഗ്, അതാണ് ആജീവനാന്ത പഠനം അല്ലേ. സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് സ്വന്തം മെച്ചപ്പെടുക അല്ലെ, സ്വയം മെച്ചപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് റിലയൻസ്, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പക്വത കൈവരിക്കുക. അതിനൊക്കെയാണ് നമ്മൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെ. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു സ്ഥലത്ത് പോയാൽ, ഒരു പുതിയ സ്ഥലത്ത് പോയാൽ അവിടെ നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു അല്ലെ, അവിടെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി, അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വളരെ സ്മൂത്തായിട്ട് പെരുമാറുക. അപ്പം നമുക്കും ഗുണമാണ്, നമ്മൾ പോയ സ്ഥലത്തും ഗുണമാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു പേഴ്സണാലിറ്റി ട്രെയിനിങ്, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് അവർ വളർന്ന് വലുതാകുമ്പോൾ സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് ഗുണകരമായിട്ടുള്ളൊരു നല്ല വ്യക്തിയായിട്ട് രൂപപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിദ്യാഭ്യാസം എങ്ങനെയാണ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവുന്നത് എന്നുള്ള പോയിൻറ്റ്സ്. ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് നല്ല രീതിയിൽ എഴുതുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ഫാമിലിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതും പോയി കാണുക. അടുത്ത ക്ലാസ്സിൽ 3ാമത്തെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ടീച്ചറെ സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.